ഞാൻ വലിയൊരു സാരി ലവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. ആ ഒരു ടേസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതായത് അമ്മയ്ക്കും വല്യമ്മയ്ക്കും കസിൻസിനും ഒക്കെ സാരി ഇഷ്ടമാണ്. ആ ഒരു ടേസ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് ആർ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ സിൽക്കിൻ്റെ എക്സിബിഷൻ നടക്കുകയാണ്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സിബിഷനാണ്. ഞാനും അമ്മ എല്ലാ വർഷവും വരാറുമുണ്ട്. ഇവിടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള വെൻഡേഴ്സ് എത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 16 വരെയാണ് കേട്ടോ ഈ എക്സിബിഷൻ നടക്കുന്നത്. എൻ്റെ അമ്മ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല കേട്ടോ. ഇവിടെ ഷോളുണ്ട്, സൽവാർ സെറ്റ് ഉണ്ട്, സാരീസ് തന്നെ ഹാൻഡ് പെയിൻറ്റഡ് സാരീസ് ഉണ്ട്, കാന്ത വർക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സാരീസ്, കാന്ത വർക്ക് ചെയ്തിട്ടുള്ള സാരീസ്, മഹേശ്വരി സിൽസ്, ചന്ദേരി സിൽസ്, പിന്നെ കുർത്തീസ് പറയണ്ട, ഷോർട്ട് കുർത്തീസ്, ലോങ് കുർത്തീസ്, പലാസോ, സാദാ പാൻറ്റ്സ്, പിന്നെ കോട്ടൺ ഫാബ്രിക്, പിന്നെ ഷർട്ട്, ബെഡ്ഷീറ്റ്, പിന്നെ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, നൈറ്റി. അതുകൊണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട്, കുപ്പിവളയുണ്ട്, അല്ലാതെ കമ്മൽ, മാല, പിന്നെ മാറ്റ് ഉണ്ട്. അങ്ങനെ എൻ്റെ ദൈവമേ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല, ബെഡ്ഷീറ്റ് ഉൾപ്പെടെ ഉണ്ട്. ഞാനും അമ്മയും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാരീസൊക്കെ നമ്മൾ ലെങ്ത് വെച്ച് നോക്കാറുണ്ട്. ഇപ്രാവശ്യം സാരിയേക്കാൾ കൂടുതൽ ഞാൻ നോക്കിയത് കോട്ടൺ ടോപ്സ് ഉണ്ട്. നല്ല കിഡിലൻ വെറൈറ്റി ടോപ്സ് ഉണ്ടായിരുന്നു, പലാസോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സ്റ്റോളിലായിരുന്നു കൂടുതൽ നേരം നിന്നത്. അപ്പം എവിടുന്നാന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഒഡീഷ എന്നെങ്ങാണ്ടുമാണ് പറഞ്ഞത്. പിന്നെ ദേ ഈ ഒരു സ്റ്റോള്, ഇവിടെ നല്ല വെറൈറ്റി ഷോളുകൾ ഉണ്ടായിരുന്നു. നല്ല ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ള ഷോള്. ഇവർ രാജസ്ഥാൻ എന്നാണ് പറഞ്ഞത്. അത് ഷോളും ടോപ്പും സെറ്റ് ഉണ്ട്, അല്ലാണ്ട് ദുപ്പട്ട മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ദേ ഇത് ബെഡ്ഷീറ്റിൻ്റെ സ്റ്റോളാണ് കേട്ടോ. ഇവർ കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ജ്വല്ലറിയുടെ സ്റ്റാള്. ഇവിടെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഇഷ്ടം പോലെയുണ്ട്. കമ്മൽ, മാല, നോസ് പിൻസ്, ബ്രേസ്ലെറ്റ്, അങ്ങനെ കിടിലൻ സംഭവങ്ങളുണ്ട്. ലാസ്റ്റ് നമ്മൾ നൈറ്റിയുടെ അവിടെ എത്തി. ഇവിടെ നല്ല ക്യൂട്ട് ഹാഫ് നൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ചന്ദേരി സിൽസും മഹേശ്വരി സിൽസിൻ്റെ അവിടെ എത്തി. എനിക്ക് ഈ ഒരു കളർ കോംബോ ഭയങ്കര അഡിക്റ്റാണ് ഞാൻ ഈ ഒരു കളർ കോംബോയിൽ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ. ഊബർ ബുക്ക് ചെയ്തു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ദേ നമ്മുടെ ഓട്ടോ എത്തി. ഓട്ടോയിൽ കയറിയിട്ട് അമ്മ പറയുക, ഇനി എനിക്ക് ഓണക്കോടിയൊന്നും മേടിക്കത്തില്ല, ഇവിടെ നിന്ന് മേടിച്ചതൊക്കെ തന്നെ എൻ്റെ ഓണക്കോടിയെന്ന്. അതൊക്കെ കേട്ട് ഞാൻ ദേ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാടാ.